ഉള്ളത്? നാം ഇപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഫിലിം, പ്ലെയിനിൽ കയറിയാൽ ഫിലിം, എവിടെ കണ്ടാൽ എവിടെ നോക്കിയാലും അശ്ലീലം, എവിടെ നോക്കിയാലും തോന്നിവാസം, എവിടെ നോക്കിയാലും ഒന്നിരിക്കലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ബക്കാലയിലേക്ക് എത്തിയാൽ ബക്കാലയിൽ അങ്ങനെ അശ്ലീല ഫോട്ടോസ്, പെണ്ണ് ഇങ്ങനെ തുണിയിച്ച് ഇരിക്കുന്ന ഫോട്ടോസ്. സൗദി അറേബ്യയിലായതുകൊണ്ട് തുണി പരിപൂർണമായി അയച്ചിട്ടുള്ള കാണൂല. മറ്റു നാട്ടിലാണെങ്കിൽ പിന്നെ പറയും വേണ്ട. സിനിമയുടെ പരസ്യങ്ങളൊക്കെ മറ്റു നാടുകളിൽ നമുക്കറിയാവുന്നതുപോലെ എയർപോർട്ടിൽ വരേക്കും അങ്ങനെ തന്നെയാണ്. എത്രയോ യൂറോപ്യൻ നാടുകളിലൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് എന്ത്? നാം പരസ്യം വെക്കുമ്പോൾ ട്രാഫിക് ഡ്രൈവർമാർ കാണുന്ന രൂപത്തിൽ വെക്കരുത് എന്ന്. കാരണം കാറൊക്കെ ഡ്രൈവ് ചെയ്യുന്ന വേളയിൽ ആക്സിഡൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അശ്ലീലം ചർച്ചയുള്ളവർക്ക് എന്ത്? അശ്ലീലം എവിടെ വെക്കണമെന്നുള്ളതിൽ, വെക്കണോ വെക്കണ്ടേ എന്നുള്ളതല്ല, എവിടെ വെക്കണം എന്നതിലാ ചർച്ച. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ലോകമായതുകൊണ്ട് ഈ അള്ളാനെ മറക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പുത്തനെ അല്ല. അതാണ് നമ്മളിൽ മികച്ചു നിൽക്കുന്നത്. അന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അന്നുള്ളവർ അള്ളാനെ എന്നും സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനെ നേരെ മറിച്ച് മനസ്സിലാക്കിയവരുണ്ട്. അതെന്താണ്? സഅത്തൻ സഅ എന്നുള്ള ഹദീസിനെ, അതും പരിപൂർണതയ്ക്ക് വേണ്ടി, കേസറ്റിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി പറയണം. എന്താണത്? ഇന്നത്തെ യുവാക്കൾ മനസ്സിലാക്കി വെച്ച ശൈലിയാണത്. ഈ എല്ലാവരുമല്ല, ചിലരൊക്കെ അറിവില്ലാത്തവർ. എന്ത്? അല്പസമയം തെറ്റ് ചെയ്യുക, അല്പസമയം സംസ്കരിക്കാന്ന്, അല്പസമയം തോന്നിവാസം ചെയ്യുക, അല്പസമയം നന്മ ചെയ്യാം എന്നല്ലാതെ എപ്പോഴും നന്മ തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടതില്ല. അല്പസമയം കുറച്ച് മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും പൈങ്കിളി സാഹിത്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുക. പിന്നെ നിസ്കരിച്ച് കൂടുമ്പോൾ നിസ്കാരത്തിലൂടെ അത് കഴുകി ശുദ്ധിയാകുമല്ലോ എന്ന് അങ്ങനെ മനസ്സിലാക്കിയവരുണ്ട്. അത് ഹദീസ് തന്നെ അതിനെതിരാണ്. കാരണം ഹദീസിൽ സഹാബാക്കൾ ചോദിച്ച ചോദ്യം എന്താണ്? ഞങ്ങൾ ഭാര്യമാരുടെ കൂടെ കുട്ടികളുടെ കൂടെ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് റസൂലുള്ളാഹിൻ്റെ ഹദ്റത്തിൽ ഉണ്ടാകുമ്പോൾ ഉള്ളതായ ആ ആവേശം ഉണ്ടാകുന്നില്ല. അവർ പറഞ്ഞത് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഫിലിം നോക്കുമ്പോഴോ അനാചാരം ചെയ്യുമ്പോഴോ തോന്നിവാസം ചെയ്യുമ്പോഴോ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോഴോ എന്നല്ല, പിന്നെയോ ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ റസൂലിന്റെ മുമ്പിൽ ഉണ്ടായ രൂപത്തിലുള്ളതായ ആ ആവേശം ഉണ്ടാകുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അനുവദിക്കാത്ത കാര്യത്തെക്കുറിച്ചല്ല അവിടെ ചർച്ച. അനുവദിക്കാത്ത കാര്യങ്ങൾക്ക് ഇവിടെ നൂറുകണക്കിൽ ആയത്തുകളുണ്ട്, നൂറുകണക്കിൽ ഹദീസുകളുണ്ട്. പാടില്ല പാടില്ല പാടില്ല. വലാ തഖറബു സിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്. വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്. പിന്നെയോ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്നതായ മാധ്യമങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അത് കാണലാവട്ടെ, നോക്കലാവട്ടെ, കേൾക്കലാവട്ടെ, ചിന്തിക്കലാവട്ടെ, ചർച്ച ചെയ്യലാവട്ടെ, സംസാരിക്കലാവട്ടെ, അശ്ലീലങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ കണ്ണ് വ്യഭിചരിക്കുന്നു, കാല് വ്യഭിചരിക്കുന്നു, കൈ വ്യഭിചരിക്കുന്നു, ഹൃദയം വ്യഭിചരിക്കുന്നു. ഒന്നിരിക്കലോ ഗുഹ്യസ്ഥാനം അത് സ്ത്രീകരിക്കുകയോ സ്ത്രീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നു. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഭാഗമാണ്.